അപ്പോൾ നമുക്ക് റെഡിയാവാൻ തുടങ്ങാം അല്ലേ. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ ഇത്. അത് രാവിലെ ആയിരുന്നു. ഇതിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അടുത്ത ദിവസം കല്യാണം വരുന്നത്. തലേ ദിവസം പെണ്ണിൻ്റെ വീട്ടിലെ ചടങ്ങല്ലേ, അപ്പോൾ അവിടുത്തെ റിസപ്ഷൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റഫലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അതിൻ്റെ സ്ഥിരമായിട്ടും മോയ്സ്ചറൈസർ ഞാൻ നമ്മളെ മുഖം ഒന്ന് കഴുകിയിട്ട് ആ നനവോട് കൂടി ഇടും കേട്ടോ. എനിക്ക് അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഈർപ്പുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അവിടെ പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായി ഇത്തിരി ഈർപ്പത്തോട് കൂടിയിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടത്തുള്ളൂ. അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ചെയ്യാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ മിറർ നോക്കി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ടുള്ളൂ. എനിക്ക് ഈ നോർമലായിട്ട് ഈ പകൽ ഒരുങ്ങി പോകുന്നതിനെക്കാട്ടിലും എനിക്ക് രാത്രിയുള്ള പരിപാടികൾക്ക് പോകാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ മേക്കപ്പ് പിന്നെ പ്രത്യേകിച്ച് പോകത്തുമില്ല. ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഈ ചൂടൊക്കെ കൊണ്ടിട്ട് വേർത്ത് ആകെ ഒരു വഴിയാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഫൗണ്ടേഷനൊക്കെ ഞാൻ ചെവിയിലും കഴുത്തിലുമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഏകദേശം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് നെറ്റിയിലുള്ളതൊക്കെ അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഈ മിററല്ല ഞാൻ സാധാരണ നോക്കുന്നത്. പിന്നെ ഐബ്രോ വരയ്ക്കുന്നത് ടാസ്ക്കാണ് കേട്ടോ. ഈ ഫോണിൽ നോക്കിയിട്ട് വരയ്ക്കുന്നത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. നല്ലൊരു ടാസ്ക്കായിരുന്നു. പിന്നെ അത് വീണ്ടും ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഐബ്രോ കരി വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ കാജൽ രാവിലെ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നത് കൊണ്ട് ഫുള്ളൊന്ന് സ്മഡ്ജായിട്ട് കിടക്കുന്നത്. അതിൻ്റെ പുറത്തുകൂടെ തന്നെ ഇപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ തന്നെ വീണ്ടും വരച്ചു കൊടുത്തു. അത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ അത് അഴിച്ച് കളഞ്ഞില്ലായിരുന്നു. പിന്നെ മസ്കാര എനിക്ക് കണ്ണിൽ നന്നായിട്ട് കുറവാണ് കേട്ടോ. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. ഒന്ന് വലുതായിട്ട് ഇങ്ങനെ അറിയത്തൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. എല്ലാം ഇരിക്കുകയില്ലേ, ഇങ്ങിട്ട് എല്ലാം അങ്ങിടാം ഉള്ള ആരിൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ബ്ലഷ് ഇടുമ്പോഴത്തേക്ക് വരുന്ന ലുക്ക് അത് വേറെയാണ് അല്ലേ. ബ്ലഷ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലിപ്സ്റ്റിക്ക് കുറച്ച് എൻ്റെ ചുണ്ടിൽ കടപ്പുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. അപ്പോഴാലും പിന്നെ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് വീണ്ടും അത് പോവും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. ഒരു സെറ്റായിട്ട് ഒരു ഷോളും ഞാൻ എൻ്റെ ഫുള്ളായിട്ടുള്ള ഡ്രസ്സിൻ്റെ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇട്ടേക്കാം. അതിൻ്റെ റിവ്യൂ ഒന്ന് ഇടാം, അതിൻ്റെ വീഡിയോ ഇടാം. അപ്പം പിന്നെ മുടി ഒന്ന് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ കൂടുതൽ നിൽക്കാത്തതുകൊണ്ട് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് സെറ്റായി. അപ്പം റെഡി ആയിട്ടുണ്ട്. പോയിട്ട് വരാം. ഇതാണ് കേട്ടോ ഡ്രസ്സ്. കാണിച്ചു തരാവേ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ ഹോപ്പില്ലാതെ ഞാൻ വാങ്ങിയ ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല, വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണുമ്പോഴത്തേക്കായിരുന്നാലും അതിൻ്റെ കളറായിരുന്നാലും ഇടുമ്പോഴത്തേക്കായിരുന്നാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ റെഡിയായി, മക്കളും റെഡിയായി. അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കൂടെയാണ് പോയത്. ഹസ്ബൻഡ് ലേറ്റായിട്ടേ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ പോയായിരുന്നു വെച്ചിട്ട്. പിന്നെ കാർ ഡ്രൈവ് ആരില്ലാത്തതുകൊണ്ട് ഓട്ടോയിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇതെല്ലാം മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഓട്ടോയിലിരുന്ന് വേർത്തൊരു വഴിയായിട്ടാണ് ഓട്ടോയിൽ ഇടിച്ചൊക്കെ ഇരുന്നത്. അപ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടു. എടുത്തു അങ്ങനെ പെണ്ണിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ ആഹാരം വാരി കൊടുക്കൽ കഴിക്കൽ. ഈ കുഞ്ഞിനാണെങ്കിൽ ആഹാരം വാരി കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ ആഹാരമൊക്കെ വാരി കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. പിന്നെ നമുക്കിനി അടുത്ത ദിവസം കല്യാണ ദിവസം കാണാം കേട്ടോ. ബൈ.